ISSD. ഇനി പഠിക്കാം, ജയിക്കാം, നയിക്കാം. ഇവിടെ വൈദ്യുതി ഉൽപ്പാദനം പൂർണ്ണമായി ഇല്ല, പണ്ടുമില്ല, ഇന്നുമില്ല. അത് സത്യം. പക്ഷേ അതിനെ എങ്ങനെ നേരിടണമെന്നുള്ളതല്ലേ നോക്കേണ്ടത്. ഞാൻ പറയാം, മുഖ്യമന്ത്രി ഇല്ലേലും മന്ത്രിസഭ ഇല്ലേലും കാര്യം നടക്കുന്നില്ലേ എന്ന് പറഞ്ഞാൽ ഭരണകൂടവും സംവിധാനമുണ്ട്. പറഞ്ഞില്ലേ, 2 മാസമായി എന്നുള്ളതല്ല കാലയളവ്. വിവരം വേണം തലയ്ക്ക്. ഈ പ്രശ്നത്തെ പരിഹാരം കാണുന്നതിന് വേറെ താപനിലയത്തിൽ നിന്നെല്ലാം വൈദ്യുതി കിട്ടും. സംവിധാനങ്ങളുണ്ട്. അവരുമായി കരാറുണ്ടാക്കി പുതിയ വൈദ്യുതി വാങ്ങിച്ചാൽ പോരെ. മുൻ വൈദ്യുതി വകുപ്പ് മന്ത്രി എം എം മണിയാണ് റിപ്പോർട്ടറിനൊപ്പം ചേരുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വൈദ്യുതി കട്ട് ഉണ്ടാവുകയാണ്. സംസ്ഥാനത്ത് ഒരുപക്ഷെ അടുത്ത കാലത്തൊന്നും മഴക്കാലത്ത് വൈദ്യുതി കട്ട് ഉണ്ടായിട്ടുണ്ടാവില്ല. ഇല്ല, അത് ഈ ഗവൺമെൻറ്റിൻ്റെ കാഴ്ചപ്പാടിൻ്റെ കുറവാണ്. ഒന്ന് പിന്നെ മഴ കുറവെന്നുള്ളത് ഒരു പ്രശ്നം തന്നെ. മഴ കുറവുണ്ടെന്നില്ല, അതിന് വൈദ്യുതി വേറെ കിട്ടാനുണ്ട്. പറഞ്ഞാൽ മനസ്സിലായി. നമുക്ക് യഥാർത്ഥത്തിൽ കേരളത്തിൽ ആവശ്യമുള്ള വൈദ്യുതിയുടെ 40% കൂടുതലൂടെ ഉണ്ടാക്കുന്നില്ല. അതിപ്പോൾ ഇച്ചിരി കൂടുതലുണ്ടാകും. ഞാൻ മന്ത്രിയായിരുന്നപ്പോഴത്തെ കാര്യമാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ബാക്കി വൈദ്യുതി കുറവ് വരുമല്ലോ. കട്ട് വരുമ്പം വെള്ളം ഉൽപ്പാദനം കുറയുമ്പോൾ അതിനനുസരിച്ച് കരാറുണ്ടാക്കി ദീർഘവീക്ഷണമുള്ള ഭരണാധികാരിയാണെങ്കിൽ സതീശനും വകുപ്പ് മന്ത്രിയും കൈകാര്യം ചെയ്ത് ഇഷ്ടംപോലെ വൈദ്യുതി കിട്ടാനുണ്ട് താപനിലയങ്ങളിൽ നിന്ന്. ഞാൻ പറയാം, ഇവിടെ കേരളത്തിൽ വൈദ്യുതി കെട്ടില്ലാതെ സമ്പൂർണ്ണ വൈദ്യുതീകരണം നടത്തിയതോട് വൈദ്യുതി ഉൽപ്പാദനം കൂടുതലുള്ളതുകൊണ്ടല്ല. അത് വേറെ കരാറുണ്ടാക്കി താപനിലയത്തിൽ നിന്നെല്ലാം വൈദ്യുതി വാങ്ങിച്ച് സമ്പൂർണ്ണ വൈദ്യുതീകരണം നടത്തിയതാണ്. കോഴിക്കോട്ട് വെച്ച അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഈ ഉള്ളവൻ അതിൻ്റെ അധ്യക്ഷനായിരുന്നു. ഞാൻ അതിൻ്റെ വൈദ്യുതി മന്ത്രിയായിരുന്നു. ഞാൻ സാമാന്യനെ പഠിച്ചിട്ടുണ്ട്. ഇവിടെ വൈദ്യുതി സമ്പൂർണ്ണ വൈദ്യുതീകരണം നടത്തിയ സംസ്ഥാനമാണ്. ഇവിടെ വൈദ്യുതി ഉൽപ്പാദനം പൂർണ്ണമായി ഇല്ല, പണ്ടുമില്ല, ഇന്നുമില്ല. അത് സത്യം. പക്ഷേ അതിനെ എങ്ങനെ നേരിടണമെന്നുള്ളതല്ലേ നോക്കേണ്ടത്. നോക്കണമെന്ന് ഒരു കാര്യമാണ്. ഉള്ള വൈദ്യുതി ഫലപ്രദമായി ഉപയോഗിക്കുകയും പോരായിക വരുന്നത് കരാറുണ്ടാക്കി വാങ്ങിക്കുകയും ചെയ്യണം. കാലങ്ങളായി അതാണ് നടക്കുന്നത്. ഇപ്പോൾ ഉള്ളവർ ശിവവിവേചനാണോ വകുപ്പ്? സണ്ണി ജോസഫാണ്. സണ്ണി ജോസഫാണേലും ഏത് ജോസഫാണേലും അങ്ങനെ ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്താൽ വൈദ്യുതി കട്ട് ഇല്ലാതെ ഒഴിവാക്കാം. അല്ല, അവർ പറയുന്നൊരു കാര്യം, ഇപ്പോൾ സർക്കാർ മാറിയിട്ട് 2 മാസം ആയുള്ളൂ, കൂടാതെ മഴ കുറഞ്ഞു. അതൊന്നും ഈ പറയുന്ന ന്യായമല്ല. ഈ ഗവൺമെൻറ് സംവിധാനവും വൈദ്യുതി ബോർഡും ഭരണകൂടവും ഭരണയന്ത്രവും ഇങ്ങനെ തുടരുകയാണ്. ഗവൺമെൻറ് അതിൻ്റെ തലപ്പത്തിരിക്കുന്ന മന്ത്രി മാറി മുഖ്യമന്ത്രി മാറി എന്നുള്ളത് വേറെ പ്രശ്നമാണ്. ഞാൻ പറയാം, മുഖ്യമന്ത്രി ഇല്ലേലും മന്ത്രിസഭ ഇല്ലേലും കാര്യം നടക്കുന്നില്ലേ എന്ന് പറഞ്ഞാൽ ഭരണകൂടവും സംവിധാനമുണ്ട്. പറഞ്ഞില്ലേ, 2 മാസമായി എന്നുള്ളതല്ല കാലയളവ്. വിവരം വേണം തലയ്ക്ക്. അത് കുറവാണ്. യാഥാർത്ഥ്യ ബോധം വേണം. വൈദ്യുതി യഥാർത്ഥത്തിലുണ്ടോ? ഇപ്പോൾ പോരെ, മഴ കുറഞ്ഞപ്പോൾ വൈദ്യുതി ഡാമുകളിൽ വെള്ളം കുറയും, അപ്പോൾ ഉൽപ്പാദനം കുറയും. ആ പ്രതിസന്ധിയെ നേരിടണമെങ്കിൽ മുഖ്യമന്ത്രിയും വകുപ്പ് മന്ത്രിയും മന്ത്രിമാർക്കും ഈ ഗവൺമെൻറ്റിനും UDF-നും കാഴ്ചപ്പാട് വേണം. കരാറുണ്ടാക്കിയാൽ ഇഷ്ടം പോലെ വൈദ്യുതി കിട്ടും. ഈ UDF അധികാരത്തിൽ കയറിയപ്പോൾ പറഞ്ഞത് പിണറായി സർക്കാരിൻ്റെ ഇരുണ്ട കാലം കഴിഞ്ഞു, ഇനി തെളിവുള്ള കാലമാണ്. അതെ പിണറായി സഖാവിൻ്റെ ഇരുണ്ട കാലം കഴിഞ്ഞു. സതീശൻ്റെ ഇപ്പോൾ എന്നാ തെളിവുള്ള കാലം വന്നു. ഇതേ കേരളം ഇരുട്ടിലേക്കാണ്, സമ്പൂർണ്ണ ഇരുട്ടിലേക്ക്. ഓക്കെ, ഇപ്പം എങ്ങനെ ഇതിനെ മറികടക്കും? എങ്ങനെ ഇനി കിടക്കണമെങ്കിൽ പുതിയ കരാറുണ്ടാക്കി വൈദ്യുതി മേടിക്കേണ്ടി വരും വെളിയിൽ നിന്ന്. ഇവിടെ മുമ്പ് മുതലേ ആവശ്യത്തിന് വൈദ്യുതി ഉൽപ്പാദനം ഇല്ല. ഇടുക്കി പദ്ധതി ഇതെല്ലാം ഉണ്ടേലും ഇല്ല. നമുക്ക് ആവശ്യമുള്ളതിന് 40% ഉള്ളൂ ഞാൻ മന്ത്രിയായിരിക്കുമ്പം. ബാക്കി 60% നമ്മൾ വിവിധ കരാർ വഴി വാങ്ങിയാണ് സമ്പൂർണ്ണ വൈദ്യുതീകരണം നടത്തിയത്. ഇന്നലെ മന്ത്രി പറഞ്ഞത് നമ്മൾ ഓരോരുത്തരും സ്വയം വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തണം എന്നുള്ളതാണ്. അത് അയാൾ ചുമ്മാ വേടക്കേട് പറയുന്നത്, അയാൾ കാര്യം പഠിക്കാതെ പറയുന്നത്. അതാണോ പറയേണ്ടത്. ഈ പ്രശ്നത്തെ പരിഹാരം കാണുന്നതിന് വേറെ താപനിലയത്തിൽ നിന്നെല്ലാം വൈദ്യുതി കിട്ടും. സംവിധാനങ്ങളുണ്ട്. അവരുമായി കരാറുണ്ടാക്കി പുതിയ വൈദ്യുതി വാങ്ങിച്ചാൽ പോരെ. അത് ഗവൺമെൻറ്റിന് വ്യക്തമായ നയം വേണം. മന്ത്രിക്കും ഇല്ല, പിന്നെ ഗവൺമെൻറ്റിനും ഇല്ല, സതീശനും ഇല്ല. അത് തന്നെ. എന്തായാലും മുൻ വൈദ്യുതി വകുപ്പ് മന്ത്രി എം എം മണിയുടെ പ്രതികരണമാണ് കേട്ടത്. സർക്കാർ ഈ വൈദ്യുതി ക്ഷാമം മുൻകൂട്ടി കണ്ടുകൊണ്ട് വേണ്ട നടപടികൾ സ്വീകരിച്ചില്ല. താപനിലയങ്ങളുമായി കരാർ ഒപ്പിട്ടുകൊണ്ട് കൂടുതൽ വൈദ്യുതി വാങ്ങണം, അല്ലെങ്കിൽ വരും ദിവസങ്ങളിലും പ്രതിസന്ധി അതിരൂക്ഷമാകുമെന്ന ഒരു പ്രതികരണമാണ് എം എം മണിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ മാങ്ങാനത്തിനൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷ്, റിപ്പോർട്ടർ ഇടുക്കി.